നിരവധി പണ്ഡിത സുഹൃത്തുക്കൾ, സഹോദരന്മാർ വരെ പല ഭാഗത്തുമൊക്കെ ഇരിക്കാൻ സീറ്റ് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടുകയാണെന്നാണ് അറിഞ്ഞത്. എല്ലാവരും സദയം ക്ഷമിക്കണമെന്നുണർത്തി ആദരണീയനായ ഉസ്താദിന്റെ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. ജാമിയ അസീസിയ എന്ന മധ്യകേരളത്തിലെ സമുന്നത വൈജ്ഞാനിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ ഇതിനകം സ്ഥാനം പിടിച്ച മഹത്തായ സ്ഥാപനം, അതിന്റെ 29ാം വാർഷിക 7ാം ബിരുദദാന സമ്മേളനവും ഈ മഹലിൽ ഇതിന്റെ തൊട്ടടുത്ത് തലയുയർത്തി നിൽക്കുന്ന മസ്ജിദ് ജീലാനി ജാമിയ ദേവാസലിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മസ്ജിദ് ജീലാനിയിൽ നടന്നുവരുന്ന അഭിമന്യനായ ശൈഖുന മാടവൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖാദിരിയ മജ്ലിസിന്റെ വാർഷിക പരിപാടിയിലുമാണ് നാം ഉള്ളത്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ദിക്റിന്റെ ആ രൂപമാണ്, ആ ദിക്റാണ് അല്പസമയം നമ്മൾ ഇവിടെ വന്യനായ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നത്. സന്തോഷമുണ്ട്. ജാമിയ അസീസിയുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലും വിവിധ പ്രദേശങ്ങളിലും വിവിധ മഹല്ലുകളിലുമെല്ലാം മഹാനായ ശൈഖുന കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു എന്ന മഹാനായ ആത്മീയ നേതാവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യത്വവും അവിടുത്തെ മുരീദുമായ ശൈഖുന മാടവൻ ഉസ്താദിലൂടെ ഖാദിരിയ മജ്ലിസ് ഇതിനകം നിരവധി പ്രദേശങ്ങളിൽ സ്ഥാപിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, മലബാറിലും പല ഭാഗങ്ങളിലും വന്യനായ ഉസ്താദിന്റെ മജ്ലിസ് നടക്കുന്നുണ്ട്. വന്യനായ പാറന്നൂർ ഉസ്താദ്, അവിടുത്തെ പരലോകം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവൻ നേതൃത്വം നൽകുന്ന നരിക്കുനിയിലെ ബൈത്തുൽ ഇസ്സ എന്ന മഹത്തായ സ്ഥാപനത്തിലും വന്യനായ മാടവൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന മജ്ലിസാണ് അവിടെ സ്ഥാപിതമായിട്ടുള്ളത്. ഈ ആത്മീയ വേദികളിലൂടെ അവിടെ പങ്കെടുക്കുന്ന ആളുകളുടെ ഒട്ടനവധി വിശ്വാസികളുടെ നീറുന്ന 100 പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആ പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക്, ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്ക്, അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാവണമെന്ന പ്രാർത്ഥനകളാണ് ഇത്തരം വേദികളിലൂടെ ആത്മാർത്ഥമായി ഉസ്താദ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മജ്ലിസിൽ ഏകദേശം 100 കണക്കിന് 500-ൽ പരം വിശ്വാസികൾ എല്ലാ മാസവും 2ാം ശനിയാഴ്ചകളിൽ ഈ പള്ളിയിൽ ഒത്തുകൂടുകയാണ്. അതിന്റെ അനുഗ്രഹം, അതിന്റെ ബറക്കത്ത്, അതിന്റെ സന്തോഷം, അതിന്റെ പുരോഗതി, അതുകൊണ്ടുള്ള ഭൗതിക ആത്മീയ നേട്ടങ്ങൾ അനുഭവിച്ച എത്രയോ ആളുകൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ്. ജാമിയ അസീസിയെ കുറിച്ച് ഇവിടെ ആർക്കും ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജാമിയ അസീസ് എന്ന മഹത്തായ സ്ഥാപനം വിദ്യാഭ്യാസ ആത്മീയ പുരോഗതിക്ക് വേണ്ടി ഊന്നൽ നൽകുന്നതോടൊപ്പം തന്നെ ഒട്ടനവധി ജീവകാരുണ്യ സ്വാതന്ത്ര്യ മേഖലകളിൽ അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പ് ജാമിയയുടെ 28ാം വാർഷികം ആചരിച്ചപ്പോ 28 ജാതി മതകക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള പാവപ്പെട്ട നിർധനരായ 28 കുടുംബങ്ങൾക്ക് 28 ആടുകളെ വിതരണം ചെയ്യുകയും അതോടൊപ്പം കൊടുങ്ങല്ലൂരിൽ ഒരു എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ഒരു ആംബുലൻസ് അനിവാര്യമാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞപ്പോ അസീസിയ സുന്നി കൾച്ചർ സെന്ററിന്റെ ചെയർമാൻ ബഹുമാന്യനായ PH അബ്ദുൾ റഷീദ് സാഹിബും അതിന്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ ഖാർ സാഹിബ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ നിരവധി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപാദനരായ അത്തരം ആളുകളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ആ ഒരു ആംബുലൻസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജാമിയ അസീസിയ കൊടുങ്ങല്ലൂരിൽ സമർപ്പിക്കുകയും 24 മണിക്കൂറും സൗജന്യ സേവനമായി ആ വാഹനം കൊടുങ്ങല്ലൂരിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സമ്മേളനം ജാമിയ അസീസിയുടെ 29ാം വാർഷിക 7ാം ബിരുദദാന സമ്മേളനം തീരുമാനിക്കുന്നതിന് വേണ്ടി അഭിവന്ദ്യനായ നമ്മുടെ ആവേശമായ നമ്മുടെ നേതാവായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനുഭാവന് വേണ്ടി ഉസ്താദ് വിളിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനം നടന്നിട്ട് 1 വർഷമായിട്ടില്ലല്ലോ. ഇല്ല, പക്ഷേ സംഘാടകരോ ജാമിയ അസീസിയുടെ കമ്മിറ്റി ഭാരവാഹികളോ അതിന്റെ അധ്യാപകരോ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരോ ചിന്തിക്കാത്തൊരു കാര്യം, 24 മണിക്കൂർ 100 വിഷയങ്ങളിലായി രാപ്പകലില്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വപണ്ഡിതന്മാരിൽ
വളരെ പ്രധാനിയായ പ്രതിഭാശാലിയായ ഈ പണ്ഡിത നേതാവ് ജാമിയ അസീസിയുടെ സമ്മേളനം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടില്ല എന്ന് ഉസ്താദിനോട് പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നത്. കാരണം 2013 ജനുവരിയുടെ ആദ്യവാരത്തിലാണ് ജാമിയുടെ 28ാം വാർഷികം നടക്കുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതിന്റെ വാർഷികം എന്ന് പറഞ്ഞാൽ ഈ മഹലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 921 ഇവിടെ മുസ്ലിം ഐക്യസംഘമൊക്കെ രൂപീകരിച്ച് നമുക്കറിയാം, അത്ര വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരികയല്ലേ. ഈ മണ്ണിൽ 921 മുതൽ ഇക്കഴിഞ്ഞ 2009 ഡിസംബർ 19 ളുഹർ നമസ്കാരം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസാചാര അനുഷ്ഠാന കർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് ഒരു ആരാധന നിർവഹിക്കുവാൻ ഒരു അള്ളാഹുവിന്റെ ഭവനം ഈ മഹലിൽ ഉണ്ടായിരുന്നില്ല. അതിന് അവസരം നൽകിയത് ജാമിയ അസീസയ്ക്കാണ്, അഭിമന്യനായ മാടവൻ ഉസ്താദിനാണ്. ആ മഹത്തായ മനോഹരമായ ലൈറ്റിൽ കുളിച്ചു കിടക്കുന്ന മസ്ജിദ് ജീലാനി 2009 ഡിസംബർ 19 ളുഹർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യൻ സയ്യിദന്മാരുടെ, ഇന്ത്യയിലെ സയ്യിദ് കുടുംബത്തിലെ കാരണവരും പണ്ഡിത നേതാവും നമ്മുടെ എല്ലാം ആവേശമായ മഹാനായ ശൈഖുനാ താജുൽ ഉലമ ഉള്ളാത്തങ്ങളും വേദി നമ്മോട് ഇരിക്കുന്ന നാം ആവേശത്തോടെ കാണാൻ ഇതുവരെയും കൊതിച്ചിരുന്ന അഭിമന്യനായ ശൈഖുനാ കാന്തപുരം ഉസ്താദും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് മഹത്തായ JDC ഈ നാടിന് സമർപ്പിച്ചത്, കേരളത്തിന് സമർപ്പിച്ചത്. അല്ല, അഹ്ലുസുന്നയെ നെഞ്ചിലേറ്റിയ മുഴുവൻ വിശ്വാസികൾക്കുള്ള സമർപ്പണമായിക്കൊണ്ടാണ് ഈ JDCയെ ഈ മണ്ണിൽ ബഹുമാന്യരായ പണ്ഡിത നേതാക്കൾ സമർപ്പിച്ചത് എന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ മസ്ജിദിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മാസവും 2ാം ശനിയാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന ഖാദിരിയ മജ്ലിസിന്റെ വാർഷികമാണ് ഉസ്താദേ. ആ വാർഷികത്തോടനുബന്ധിച്ച് മഹാനായ ശൈഖുനാ കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആണ്ടും കൂടെ ഒത്തുവരുന്നത് കൊണ്ട് ആ മാസത്തിൽ കഴിഞ്ഞ വർഷം ഇവിടെ ഫൈനൽ വിദ്യാർത്ഥികളായ 24 കൊച്ചനുജന്മാരായ യുവ പണ്ഡിതന്മാർക്ക് മൗലവി ഫായിഖ് സുഹരി ബിരുദം ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഈ ചരിത്ര ഭൂമിയിലേക്ക് ഉസ്താദ് വരണം, ഉസ്താദിനെ കാണാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തുണ്ട് എന്ന ഉസ്താദിന്റെ ആഗ്രഹം, നമ്മുടെ ഏവരുടെയും ആഗ്രഹം ഉസ്താദ് ശിരസാ വഹിക്കുകയും സർവാധിനാഥനായ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടുകൂടെ വന്യരായ നമ്മുടെ പണ്ഡിത നേതാക്കൾ നമ്മോടൊപ്പം ഈ വേദിയിൽ ഇപ്പൊ എത്തിച്ചേർന്നു. അള്ളാഹു തആല അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും ഇസ്സത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി സന്ദർഭത്തിൽ ദുആ ചെയ്യാം. ഉസ്താദിനെ കാണാൻ, ഉസ്താദിനെ ഒരു നോക്കി കാണാൻ ഒരുപാട് ആളുകൾ കൊതിക്കുന്നു എന്ന് പറഞ്ഞത് കേവല ഭംഗിവാക്ക് പറഞ്ഞതല്ല. നമുക്കറിയാം, ഈ അടുത്ത നാളുകളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പടിഞ്ഞാറ് ശക്തമായ കടലാക്രമണമുണ്ടായി. നിരവധി കുടുംബങ്ങൾ ഭവനരഹിതരായി, 100 കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലായി. ഈ സന്ദർഭത്തിൽ എറണാകുളത്ത് തിരക്കിട്ടൊരു പരിപാടി കഴിഞ്ഞ് ഉസ്താദ് ഇതിലെ പോകുമ്പോ SYSന്റെ സമാദരണീയരായ നേതാക്കൾ ഇടപെട്ടു. കൊടുങ്ങല്ലൂരിൽ ഒന്ന് സന്ദർശിക്കണം ഉസ്താദെ. ഉസ്താദ് ആഹ്വാനം, ആ നിർദ്ദേശം പാലിച്ചു. കാരണം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ, വേദന അനുഭവിക്കുന്നതിന് സാന്ത്വന നൽകാൻ, കണ്ണീരോ വാർത്തയിലിരിക്കുന്ന ആളുകളുടെ കണ്ണീരൊപ്പുവാൻ തനിക്ക് ജീവിതത്തിൽ കഴിയുന്നതുണ്ടോ അത് ആവേശത്തോടുകൂടി നിർവഹിക്കാൻ മുന്നിട്ടിറങ്ങുന്ന അഭിമന്യനായ ഉസ്താദ് അവർകൾ ആ തിരക്കിനിടയിൽ കൊടുങ്ങല്ലൂർ കടലാക്രമണ പ്രദേശത്ത് സന്ദർശിച്ചു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് കുറച്ചാളുകൾക്ക് ഏകദേശം 10ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ഏകദേശം 100, 600, 700 രൂപയുടെ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തുകൊണ്ട് പറഞ്ഞു, ബാക്കി എന്റെ കുട്ടികൾ നിങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു തരുമെന്ന ഉസ്താദിന്റെ ആഹ്വാനം. അതെ, അത് നെഞ്ചിലേറ്റിക്കൊണ്ട് മഹാനായ പണ്ഡിത നേതാവിന്റെ ആഹ്വാനം ശിരസാ വഹിച്ചുകൊണ്ട് SYSന്റെയും SSFന്റെയും സമസ്തയുടെയും ജമിയത്തുൽ മുഅല്ലിമീന്റെയും ഒക്കെ പ്രവർത്തകർ രംഗത്തിറങ്ങിയപ്പോ ഏകദേശം 6-7 ലക്ഷം രൂപയുടെ ഭക്ഷ്യവസ്തുക്കൾ ഈ കടലോര പ്രദേശങ്ങളിൽ ഞങ്ങൾ വിതരണം ചെയ്തു. സമസ്തകളുടെ ജംസുന്നി യുവന സംഘത്തിന്റെ സംസ്ഥാന ക്ഷേമകാര്യ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഉണ്ണി സഖാഫി ഉൾപ്പെടെ, ഈ വേദിയിലിരിക്കുന്ന ഭാവതാരിമി ഉസ്താദ് ഉൾപ്പെടെയുള്ള, അതുപോലെ PSK ഉസ്താദ് ഉൾപ്പെടെയുള്ള സമാദരണീയരായ പണ്ഡിത നേതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യത്തിൽ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. എനിക്ക് പരിചയമുള്ള ഒരു ഹൈന്ദവ സഹോദരൻ ഞാൻ ചെന്നുകൊണ്ട് വിശേഷങ്ങൾ ചോദിച്ചപ്പോ 700-750 രൂപ വരുന്ന ആ ഭക്ഷ്യകിറ്റ് നെഞ്ചോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ടമിടറിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഞാനിവിടെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ ഞാൻ ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം പറഞ്ഞു, സുഖം തന്നെ ഉസ്താദേ, പക്ഷേ ദിവസങ്ങളായി പട്ടിണിയാ. ഇന്ന് രാവിലെ ഇന്നലത്തെ ഭക്ഷണത്തിന്റെ ബാക്കി എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി. എന്റെ അമ്മ
രോഗിയാണെന്ന് ഉസ്താദിന് അറിയാമല്ലോ. എന്റെ അമ്മ രോഗിയാണ്. എന്റെ ഭാര്യയ്ക്കും പ്രിയപ്പെട്ട മക്കൾക്കും ഇന്നുച്ചയ്ക്കും വൈകുന്നേരത്തേക്കും എന്ത് ചെയ്യണം, ആരിൽ നിന്ന് കടം ചോദിക്കണമെന്നറിയാതെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ വലിയ മനുഷ്യൻ ഈ കടപ്പുറത്ത് വന്നു. ദൂരന്നൊരു നോക്ക് നോക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ആ മനുഷ്യന്റെ ആഹ്വാനം ഏറ്റുകൊണ്ട് പ്രിയപ്പെട്ട ഈ ഉസ്താദുമാർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദിവസങ്ങളോളം സുഭിക്ഷമായി എന്റെ മക്കൾക്കും എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകാൻ ഈ ഭക്ഷ്യവസ്തുക്കൾ ധാരാളമാണ്. ഒരിക്കലും ആ മഹാനായ മനുഷ്യനെ ദൈവം കൈവിടുകയില്ല. ഒരിക്കലും ആ മഹാനായ മനുഷ്യനെ ദൈവം കൈവിടുകയില്ല എന്ന് ഈ നാട്ടിലൊരു ഹൈന്ദവ സഹോദരൻ സർവശക്തനായ അള്ളാഹുവിനോട് മനമുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചത് ഞാൻ ഇന്നും ഹൃദയസ്പൃക്കായി ഓർക്കുകയാണ്. അങ്ങനെ ഒരു ഹൈന്ദവ സഹോദരൻ മാത്രമല്ല, കേരളത്തിലെ ഒക്കെ മൂലകളിലുള്ള പിന്നെ ഏതെങ്കിലും സഹോദരന്മാരോ സഹോദരിമാരോ മാത്രമല്ല, ഭാരതത്തിന്റെ ഇതര സ്റ്റേറ്റുകളിലുള്ള സഹോദരന്മാരോ മാത്രമല്ല, അഭിവന്യനായ ഉസ്താദിന്റെ സാന്നിധ്യവും അഭിവന്യനായ ഉസ്താദിന്റെ ഇടപെടലുകളും ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ട് വിശാലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുള്ളത്. വന്യനായ ഉസ്താദിനെ ഈ രാജ്യത്തുള്ള രാഷ്ട്രീയ കക്ഷികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക പ്രതീക്ഷയോടുകൂടെ. വന്യനായ ഉസ്താദ് എന്താണ് പറയുന്നതെന്ന് ഓരോ സാമകാലിക വിഷയങ്ങളിൽ ഉസ്താദ് ബുദ്ധിപൂർവം ഒരു വിഷയം പറയുമ്പോ ആദ്യം കേട്ട ആളുകൾ അതിനെതിരെ മുഖം തിരിക്കുകയും അതിനെതിരെ വികലമായ പത്രപ്രസ്താവനകൾ ഇറങ്ങുകയും പിന്നീട് ഉസ്താദ് പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വന്ന എത്രയോ സംഭവങ്ങളാണ് സമകാലിക വിഷയങ്ങൾ ഈ അടുത്തിടെ വരെ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഉണ്ടായത് എന്ന് നമുക്കേവർക്കും അറിയാൻ കഴിയുന്നുവെങ്കിൽ നമുക്കറിയാം. ആദരണീയനായ ഉസ്താദ് ഇവിടെ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ ധാർമ്മികപരമായ സദാചാരപരമായ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസ വിപ്ലവമാണ് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകം ഇവിടെ പറയേണ്ട ആവശ്യമില്ലാത്ത വിധം